ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് സർക്കാർ നിയമോപദേശം. റിപ്പോർട്ട് പുറത്തുവിടാൻ നിയമ തടസ്സങ്ങളില്ല എന്നാണ് വരുന്നത്. നടി രഞ്ജിനി സിനിമയിലെ നായിക രഞ്ജിനി സമർപ്പിച്ച അപ്പീലിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് നിയമ തടസ്സങ്ങളില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരും വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരേണ്ടതാണ്. സംസ്ഥാന സർക്കാർ അതിന്ന് പുറത്തുവിടും എന്ന് നേരത്തെ നിശ്ചയിച്ചതുമാണ്. കാരണം സിംഗിൾ ബെഞ്ച് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാരിന് എല്ലാ അനുമതിയും നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഇന്നലെ ഒരു സംശയം പുറത്തു വന്നു. അതായത് നടി രഞ്ജിനി ഈ വിഷയത്തിൽ, ഈ കേസിൽ, ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ഒരാളാണ്. തൻ്റെ മൊഴിയടക്കം പുറത്തു പോകരുത്, അതിൻ്റെ സ്വകാര്യത സൂക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് അവർ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിന്മേൽ നമ്പർ ഇട്ട് അത് തിങ്കളാഴ്ച കേൾക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഇടക്കാല സ്റ്റേ നൽകിയതുമില്ല. ഈ പശ്ചാത്തലത്തിൽ ഒരു ഹർജി കൂടി കോടതിയിൽ വന്നതിനാൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുണ്ടോ എന്നൊരു സംശയം ഉയർന്നിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിന് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിനുള്ള പരിഹാരങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. കാരണം ഈ ഇടക്കാല സ്റ്റേ കിട്ടിയിട്ടില്ല എന്നുള്ളതിനാൽ തന്നെയാണ്. മാത്രമല്ല, കോടതി ഈ ഹർജി പൂർണ്ണമായി പരിഗണിച്ചിട്ടുമില്ല. അതിന് നമ്പർ ഇടാൻ പറഞ്ഞ് രജിസ്ട്രിയെ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഇന്നറിയാം സർക്കാർ ഇത് പുറത്തുവിടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും മിക്കവാറും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.